ഇനി ഇവിടെ CPIയുടെ സ്റ്റാൻഡിലേക്ക് വരാം. CPI ഇവിടെ CPIM-നേക്കാൾ വലിയ മതേതരത്വത്തിന്റെ ചാമ്പ്യനാകാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു, ഞങ്ങൾ മാത്രമാണ് ഗവർണറുടെ അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഫാസിസത്തിനെതിരെ ഒക്കെ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഫാസിസ്റ്റ് സർക്കാരാണോ നരേന്ദ്രമോദിയുടേതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അടക്കം കൊടുക്കുന്ന മറുപടി എന്താണ് എന്നുള്ളതൊന്നും ആരും മറന്നു പോകരുത്. അപ്പോൾ ഫാസിസ്റ്റ് ഇന്ത്യയിലല്ല ജീവിക്കുന്നത് എന്ന ബോധ്യമുള്ള ഒരു സർക്കാരാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നതിൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ CPM-ഉം CPI-യും തമ്മിലുള്ള ആരാണ് വലിയവൻ എന്നുള്ള ഒരു ഡോമിനേഷൻ ഗെയിമിൽ മുന്നിലെത്താൻ വേണ്ടി CPI ശ്രമിക്കുന്നതാണ് ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ നമ്മൾ കാണുന്നത്. ഈ പ്രതിഷേധം എന്തായാലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം വിഷയം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും, മുഖ്യമന്ത്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മുഖ്യമന്ത്രിയും ഗവർണറും ഈ പ്രശ്നം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടുപേർക്കും പ്രതികരിക്കാനുള്ള സമയമുണ്ട്. 48 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിപാടി നടന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അവർ ഈ വിഷയം വഷളാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവർണർക്കെതിരെ CPIയുടെ MP P സന്തോഷ് കുമാർ കൊടുത്ത പരാതിയിൽ CPIയുടെ പ്രതിഷേധത്തിൽ ഈ വിഷയം അവസാനിക്കുകയാണ്. പ്രത്യക്ഷ ഏറ്റുമുട്ടലിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് കടക്കാൻ പോകുന്നില്ല എന്നത് തന്നെയാണ്